അത് വീണ്ടും കട്ടായിപ്പോയി ഗെയ്സ്. സാരില്ല കേട്ടോ, ഒരു മൂന്ന് വീഡിയോ ആയിട്ട് കിടക്കട്ടെ. അപ്പോൾ അത് വീണ്ടും കട്ടായിപ്പോയി. അപ്പോൾ അതിൻ്റെ ബാക്കി കേട്ടോ. അപ്പോൾ നാളെ 3 വീഡിയോ ഉണ്ട് വരിക. നാളല്ല, ഇന്ന് 3 വീഡിയോ ആണ് വരിക. അപ്പോൾ ആ ജോലിയുടെ കാര്യമാണ് പറഞ്ഞു വന്നത്. 22 വർഷം ജോലി ചെയ്ത്, അങ്ങനെ 27 വർഷം ജോലി ചെയ്തതിൻ്റെ ഇതിലാണ് എൻ്റെ കുട്ടികളെ പഠിപ്പിക്കൽ, അവരുടെ ഭക്ഷണം, വസ്ത്രം, അതിൽ നിന്ന് എൻ്റെ സഹോദരങ്ങളും ഞാൻ സഹായിച്ചിരുന്നു. പിന്നെ അതിൽ നിന്ന് ഞാൻ അത്ര ജോലി എന്ന് പറഞ്ഞാൽ വലിയ ശമ്പളമുള്ളത് വരുന്നില്ല. ഒരു മാസം പണിയെടുത്താൽ ഒന്നുകിൽ 900 രൂപ അല്ലെങ്കിൽ 950 രൂപ, കൂടി വന്ന 1000 രൂപ. അങ്ങനെ നമ്മൾ വർക്കിനുള്ള കൂലിയാണെന്ന് എന്നാലും മാസം നമുക്ക് ഇത്രയെന്നല്ല. അത് നമ്മൾ വർക്ക് ചെയ്യുന്നതനുസരിച്ചാണ് നമുക്ക് കൂലി കിട്ടിയിരുന്നൊരു ജോലിയാണ് എനിക്കുണ്ടായിരുന്നത്. അതുകൊണ്ട് എൻ്റെ വർക്കിനനുസരിച്ച് അതിന് ആരോഗ്യമില്ല. അന്ന് ഭയങ്കരമായിട്ട് ക്ഷീണം, തളർച്ച അങ്ങനെയൊക്കെ ഉള്ളൊരു സമയത്താണ് ആ ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം അതിന്ന് ഞാൻ മിച്ചം പിടിച്ചിട്ട് ഇതാക്കിയിട്ടാണ് 4 സെൻറ്റ് സ്ഥലം വാങ്ങിയിട്ടും ഞാൻ വീട് വെച്ചെന്ന് പറഞ്ഞാൽ, എൻ്റെ ഇപ്പം ഈ വീട് ഞാൻ എത്രയോ തവണകളായിട്ട് കയറ്റിയ വീടാണ്. 22 വർഷം 24 വയസ്സായി എൻ്റെ മോൾക്ക്. അപ്പോൾ അതിന് 1.25 വയസ്സുള്ളപ്പോഴാണ് ഒരു ഷെഡ് പോലെ വെച്ചിട്ടിട്ട് ഞാൻ ഈ വീട്ടിലേക്ക് ഇപ്പം ഈ കാണുന്ന വീട്ടിലേക്ക് ഞാൻ വന്നത്. അന്ന് ആ ഷെഡിൽ നിന്ന് കുറച്ചാക്കിയിട്ട് വലുതാക്കിയിട്ടാണ് ഇന്ന് ഈ വീട്. ഇപ്പോഴും ഇതിൻ്റെ പണികളൊന്നും കഴിഞ്ഞിട്ടില്ല. അതിൻ്റെ പണികളൊക്കെ അങ്ങനെ ചില്ലറ പണികളൊക്കെ ഇപ്പോഴും ബാക്കിയുണ്ട്. അപ്പോൾ ആ ഒരു ഇനിയിപ്പോൾ ഒന്നും ചെയ്തില്ലെങ്കിലും പ്രശ്നമില്ല. എനിക്കൊരാൾക്ക് ജീവിക്കില്ല വേണ്ടുള്ളൂ, അതിനുള്ള വീടുണ്ട്. വല്ലപ്പോൾ എൻ്റെ മക്കൾ വന്നാലും അവർക്കും ജീവിക്കാം, വന്ന് 4 ദിവസം നിന്ന് പോകാനൊക്കെ ഉള്ളൊരു സെറ്റപ്പിലൊക്കെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ പഴമക്കാർ പറയുന്നതെന്ന്, രാജാവ് വെറുത്താലും ജീവിക്കുക, രാജ്യം വെറുത്താൽ ജീവിക്കാൻ പറ്റൂല എന്ന് പഴയ കാരണവന്മാർ പറഞ്ഞിട്ടില്ല. പക്ഷെ ഞാനില്ലേ, രാജ്യവും വെറുത്തിട്ടാണ് ഞാൻ ജീവിക്കുന്നത്. അപ്പോൾ എനിക്ക് അപ്പോൾ എൻ്റെ മനസ്സിന് ചിലപ്പോൾ അത്രയും ബോൾഡാണ് ഞാൻ എന്ന് ചിലപ്പോൾ എനിക്കെന്നെ തോന്നും. ഞാൻ അത്രയും കാര്യം രാജാവ് വെറുത്താൽ ജീവിക്കുക, രാജാവ് മാത്രമേ വെറുക്കുള്ളൂ, രാജ്യം വെറുക്കൂല, രാജ്യത്തുള്ള ജനങ്ങളുണ്ട് എന്നാണ് അതിൻ്റെ ഒരു അർത്ഥം. അപ്പോൾ ജനങ്ങൾ വെറുത്ത് കഴിഞ്ഞാൽ ജീവിക്കാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. രാജാവ് വെറുത്താലും രാജ്യം വെറുത്താൽ ജീവിക്കാൻ പറ്റില്ല എന്ന്. അപ്പം അങ്ങനെയൊക്കെ ജീവിച്ച് വന്നപ്പോൾ അന്ന് നമ്മളതിനെ എന്നെ വെല്ലുവിളിച്ച ആൾക്കാരൊക്കെ ഇന്ന് വല്ലവൻ്റെയും അടുക്കളപ്പുറത്താണ് കിടക്കണത്. ഇരിക്കാനൊരിടമില്ല, ജീവിതത്തിനൊരു സുഖമില്ല. അങ്ങനെയൊക്കെ അതിന് വിശദമായിട്ടൊന്നും ഇപ്പോൾ പറയണില്ല. ചെന്നിപ്പോൾ ഞാനിത് വീഡിയോസ് ഇടുമ്പോൾ എന്നെ അറിയുന്ന ആൾക്കാർ കമൻറ്റ് ബോക്സിൽ വന്ന് പറയുക. അപ്പോഴൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് എന്നെ അറിയാത്തവർക്ക് അല്ലെങ്കിൽ എൻ്റെ സാഹചര്യങ്ങളെ, ഞാനിപ്പോൾ ഇങ്ങനെ സംസാരിക്കാനുണ്ടായ കാരണങ്ങളെക്കുറിച്ചൊക്കെ അറിയാത്ത ആൾക്കാരുണ്ടാവുമല്ലോ, അവർക്കൊക്കെ അങ്ങനെ അറിയാം. അപ്പം അത് ഞാൻ പറയണത് അതാണ്, നമ്മൾ എപ്പോഴും സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ടി വരില്ല. ഒരിക്കലും സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ടി വരില്ല. പിന്നെ മനുഷ്യൻ്റെ അവസ്ഥയാണെന്ന് കൂടി എന്ത് കാര്യം ചെയ്യുമ്പോഴും നമ്മൾ ചിന്തിക്കണത് മനുഷ്യൻ്റെ അവസ്ഥയാണ്. നാളെ എന്തും സംഭവിക്കാം ഇല്ലേ? ഇന്നലെ കഴിഞ്ഞ ഇന്നും കഴിഞ്ഞ് നാളെ ഇന്നത്തെ പോലെ ആവും നാളെ എന്ന് ഒരിക്കലും ചിന്തിക്കാൻ പറ്റില്ല. അങ്ങനെ നമ്മൾ ചിന്തിക്കാനേ പാടില്ല. നാളെ ഇന്നൊക്കില്ലെങ്കിലും നാളെക്കെടുത്തേക്ക് വേണമെന്നും അതും വേണം നമ്മൾ കരുതണം. ഇന്നില്ലെങ്കിലും വേണ്ട നാളേക്ക് ഉണ്ടാവണം. അപ്പോൾ നാളെ ഇന്ന് കഴിക്കുമ്പോൾ നമ്മൾ നാളെ നമുക്ക് ജീവിക്കണം എന്നും കൂടി നമ്മൾ മുൻകൂട്ടി ഒരു ധാരണ ഉണ്ടാവണം. ഇന്നടിച്ച് പൊളിച്ചങ്ങോട്ട് ഇന്ന് കൊണ്ടുവന്നത് ഇന്ന് ഫുൾ അങ്ങോട്ട് തിന്ന് നാളെ പട്ടിണി കിടക്കാൻ പറ്റുമോ? ഇന്നത്തെ വയറും വിശപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് നാളെ ഉണ്ടാവും. അപ്പോൾ അതും ഞാനും മുൻകൂട്ടി എന്നെ ചുറ്റിപ്പറ്റിയുള്ള ആൾക്കാരോട് ഞാൻ പറയും, നിങ്ങൾ ഇന്ന് കിട്ടണത് ഇന്ന് ഫുള്ളും കഴിക്കല്ലേ, നാളെ നമുക്ക് ജീവിക്കണ്ടേ. ചിലപ്പോൾ നാളെ നമുക്ക് ഇതിനായിട്ടും ചിലവുകൾ കൂടുതലാവും, ചിലപ്പോൾ എന്തെങ്കിലും ഉണ്ടാവുക. നമ്മളിപ്പോൾ ഇന്ന് ഇല്ല, നാളെ ഇന്നത്തെ കഴിഞ്ഞു, നാളെ ഇല്ലെങ്കിൽ വേണ്ടാച്ചിട്ട് പട്ടിണി ഇരിക്കാമെന്ന് നമ്മൾ തീരുമാനിച്ചാൽ
പെട്ടെന്ന് നമ്മളെ വീട്ടിലേക്ക് എന്തെങ്കിലും ആരെങ്കിലും പെട്ടെന്ന് കയറി വരിക, അല്ലെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വിഷമം നമുക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ എവിടെ പോവും? അങ്ങനെയില്ലേ? അപ്പോൾ ചിലവാക്കുമ്പോൾ നാളത്തെ കൂടി കണക്കാക്കണം. പിന്നെ പ്രതീക്ഷകൾ വെക്കുമ്പോൾ നാളത്തെ കണക്കാക്കാൻ പാടില്ല. കാരണം നാളെ നമുക്ക് എന്ത് സംഭവിക്കും നമുക്കറിയില്ല. അപ്പോൾ ഇന്ന് 1 രൂപ കിട്ടിയുള്ളൂ, അതിന്ന് നമ്മൾ 50 രൂപ ചിലവാക്കാൻ പാടുള്ളൂ. ബാക്കി 1 രൂപ കിട്ടി 50 പൈസ ചിലവാക്കാൻ പാടുള്ളൂ. 50 പൈസ നമുക്ക് നാളത്തേക്ക് നമ്മളത് മാറ്റി വെക്കുന്ന വേണം. പിന്നെ ഈ വരവിലും കൂടുതൽ ചിലവാക്കിയവർക്ക് പെരുവഴി ആധാരം എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടാവും. ഏതൊരു യേശുദാസിൻ്റെ നമ്മളെ യേശുദാസ് ഒരു പാട്ട് പാടിയിട്ടുണ്ട്. ആരെ പാട്ടാണോ എന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാട്ടോ. യേശുദാസ് വരവറിയാതെ ചിലവ് കഴിച്ചാൽ പെരുവഴി ആധാരം എന്നിട്ടൊരു പാട്ടുണ്ടല്ലോ, അത് കറക്റ്റാണ്. വരവറിയാണ്ട് ചിലവഴിച്ചാൽ നമുക്ക് പെരുവഴി കിടക്കേണ്ടി തന്നെ വരും. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പം പെരുവഴിയിലല്ല മറ്റുള്ളവരെ ആശാരപ്പുറത്ത് കിടക്കേണ്ടി വന്നത്. ഞാനല്ല കേട്ടാ, എന്നെ വെല്ലുവിളിച്ച ആൾക്കാർ മറ്റുള്ളവരുടെ ആശാരപ്പുറത്ത് കിടക്കേണ്ടി വന്നത് അതുകൊണ്ടാണ്. കാലങ്ങൾ കഴിഞ്ഞു പോയി. ഇനിയിപ്പോൾ പോയ കാലം തിരിച്ചു കിട്ടുമോ നമുക്ക്? നമ്മളെന്നെ വെല്ലുവിളിച്ചിട്ട് അങ്ങോട്ട് പോയി ഒരു 10 പെണ്ണിനെ കിട്ടുമെന്ന് പറഞ്ഞിട്ട് പോയ ആൾക്കാർ പെണ്ണ് കിട്ടിയിട്ടുണ്ട്. അതെങ്ങനെ കിട്ടിയെന്നൊന്നും ഇപ്പം ഞാൻ പറയുന്നില്ല. പെണ്ണൊക്കെ കിട്ടി, പക്ഷേ ആശാരപ്പുറത്ത് മറ്റുള്ളവൻ്റെ വടക്കേ പുറത്തായി എന്ന് മാത്രം. നല്ല കാലങ്ങളൊക്കെ തോന്നിയേ പോലെ മനസ്സിലെന്താ തോന്നി, അല്ലെങ്കിൽ മറ്റുള്ളവർ എന്താ പറയണ് അത് കേട്ടിട്ട് അതേപോലെ നമ്മളെ നശിപ്പിക്കാൻ വേണ്ടി നമ്മൾ പിന്നാലെ കിടന്ന് നമുക്ക് ഉപദേശം തരുന്ന ആൾക്കാരുണ്ടാവും. അങ്ങനത്തെ ആൾക്കാരുണ്ടാവും. നമ്മൾ ശ്രദ്ധിക്കാനിട്ടാണ്. ചില ആൾക്കാർ അങ്ങനെ ഉണ്ടാവും. നമ്മൾ പിന്നാലെ നടന്നിട്ട് നമ്മളതിനെ നേർവഴി നയിക്കണതിന് പകരം നമ്മളതിനെ നശിപ്പിക്കാൻ തെറ്റായ വഴി കൂടെ നടത്തിക്കുന്ന ആൾക്കാർ നമ്മളെ ഫ്രണ്ട്സുകളുണ്ടാവും. നമ്മുടെ കൂടപ്പുറപ്പിങ്ങൾ തന്നെ ചിലപ്പോൾ അങ്ങനെ ഉണ്ടാവും. നമ്മളെ സഹോദരങ്ങൾ, നമ്മളെ റിലേറ്റീവ്സ് അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. നമ്മളെ വഴി തെറ്റിക്കുകയാണ്, അല്ലെങ്കിൽ നമ്മുടെ അത് വഴി തെറ്റിപ്പോവുക, അല്ലെങ്കിൽ ഈ റൂട്ടിൽ കൂടെ പോയാൽ ഞാൻ ചിലപ്പോൾ എത്തിപ്പെടുക ചിലപ്പോൾ നിലയില്ല കാര്യത്തിലൊക്കെ ആവുമെന്ന് ചിന്തിക്കാനുള്ള ബോധം ഉണ്ടാവണം. അതില്ലാത്തവരുടെ അവസ്ഥയാണ് ഇങ്ങനത്തെ ഒരവസ്ഥകൾ വരിക. കാലങ്ങൾ പോയി തിരികെ കിട്ടില്ല. ഇനിയൊന്നും ഒരു നിമിഷം പോലും നമുക്ക് തിരികെ കിട്ടില്ല. ഇനി ഇപ്പോൾ നിലവിളിച്ചിട്ടാണ് പിന്നെ ഇതാക്കിയിട്ട് എന്താ കാര്യം? ഒരു കാര്യമില്ല. മേപ്പോട്ട് നോക്കിയിട്ട് കാര്യമില്ല, കണ്ണുറിച്ചിട്ടും കാര്യമില്ല. എന്നാണ് പറയണത്. ഞാനിപ്പോഴും എൻ്റേതെന്ന് പറയാൻ ഒരു ഇടത്തിലാണ് ഞാനിപ്പോഴും ഇരിക്കണത്. നാളെയായാലും മറ്റന്നാളായാലും ഒക്കെ എനിക്കിവിടെ തന്നെ ഇരിക്കാം. പക്ഷെ ഇന്ന് എന്നെ വെല്ലുവിളിച്ച ആളിരിക്കുന്നത് വല്ലവൻ്റെ വടക്കേ പുറത്താണ്. അത് എപ്പോൾ അവിടെ നിന്ന് ഇറങ്ങാൻ പറയണോ അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങണം. എവിടേക്ക് ഇറങ്ങും? അല്ല, ചാരിറ്റിക്കാരൊക്കെ ഉണ്ടല്ലോ. പിന്നെ പഞ്ചായത്തൊക്കെ പിന്നെ സ്ഥലവും വീടും ഒക്കെ പഞ്ചായത്തുകാർ കൊടുക്കുന്നുണ്ടല്ലോ. അപ്പം അങ്ങനെ വല്ലതൊക്കെ കിട്ടും. അല്ലെങ്കിൽ പിന്നെ ലോട്ടറി അടിക്കണം. ഓണം ബമ്പറും ക്രിസ്മസ് ബമ്പർ, വിഷു ബമ്പറൊക്കെ അടിക്കണം. അതൊക്കെ അടിച്ചു കഴിഞ്ഞാൽ എന്നെ കട്ടി നല്ല വീടൊക്കെ ഉണ്ടാക്കൂട്ടാ. ഒന്നും പറയാൻ പറ്റില്ല, പഠിച്ചോ വലിയന്നല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ സംഭവിക്കട്ടെ. എന്തായാലും ഇരിക്കാനൊരിടമൊക്കെ ഉണ്ടാവട്ടെ, ലോട്ടറിയൊക്കെ അടിക്കട്ടെ. അപ്പോൾ അതാന്ന് പറഞ്ഞു. ഞാൻ എന്തായാലും പിന്നെ എന്താ പറയുക, എന്നെ ഞാൻ തിരിച്ച് എന്തായാലും പ്രതീക്ഷിക്കണ്ടല്ലോ, കിട്ടൂലല്ലോ. ഞാനിപ്പോൾ എന്തായാലും തിരിച്ച് ചെല്ലൂല. എൻ്റെ വയറ്റിലുള്ളതൊക്കെ പുറത്ത് വന്ന് ഇപ്പം അവരുടെ വയറ്റിലുമായി. അവർക്ക് 3-4 കുട്ടികളൊക്കെ ആയി. അവരവിടെ ജീവിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിനി എൻ്റെ വയറ്റിലും ഉള്ളതും കൊണ്ട് അങ്ങോട്ട് ചെല്ലുവെച്ചിട്ട് ഇനി കാത്തിരിക്കണ്ട. സമയം വൈകിപ്പോയി. ഇനി അവരവരുടെ വയറ്റിൽ ഉണ്ടായതൊക്കെ നോക്കിയിട്ട് പിന്നെ ജീവിച്ചോട്ടെ അല്ലേ? അങ്ങനെ എന്നല്ലേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഓക്കെ എന്നാലിട്ടാ. അപ്പം 3 വീഡിയോ ആയിട്ടാണ് ഇന്നത്തെ വീഡിയോ വരിക. ഓക്കെ.